എന്താടാ ചർച്ചയൊക്കെ കഴിഞ്ഞോ? പെമ്പിള്ളേർ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യണമെന്ന അർത്ഥം. കതിർ, വേറൊരുത്തൻ ഹൈദരാബാദ് ബിരിയാണി ആൻറ്റി കഥ എന്തായി? അത് കേൾക്കാനാണ് ഞാൻ വന്നത്. എനിക്കതിൽ വെറും ഗസ്റ്റ് റോളേ ഉള്ളൂ. സാറാണ് ഹീറോ. സാർ പറഞ്ഞു കൊടുക്ക്. അത് ആൻറ്റിക്കൊരു 40+ ഉണ്ട്. ആൻറ്റി എന്ന് പറഞ്ഞാലേ 40+ അല്ലേ? ഞാൻ വയസ്സിന്റെ കാര്യമല്ല പറഞ്ഞത്. ഓപ്പണിംഗ് തന്നെ ഞെട്ടിച്ച് കളഞ്ഞല്ലോ. കണ്ടിന്യൂ. ചാർലി ടു 2C9 നോർത്ത് ഈസ്റ്റേൺ വാളിൽ ഒരു വണ്ടി ഇട്ടിരിക്കുന്നുണ്ടോ? ആ വാൻ ഉടനെ എടുത്ത് മാറ്റാൻ പറ. കതിരവൻ, യെസ് സാർ. റിലാക്സ്. ഇപ്പോൾ എന്താ മിലിറ്ററി പരേഡ് നടക്കുന്നുണ്ടോ? ബി കാഷ്വൽ, ചിൽ മാൻ. സാർ, ശരീരത്തിന് മാത്രം എക്സസൈസ് ചെയ്താൽ മതിയോ? വായിക്കും എക്സസൈസൊക്കെ ആവശ്യമല്ലേ? ഇങ്ങനെ റോബോ മാതിരി സംസാരിക്കുന്ന നിന്നോട് ഞാൻ എങ്ങനെ സംസാരിക്കും? ലെറ്റ് മീ ഗെറ്റ് ദിസ്. നോ. ഇറ്റ് ഈസ് നോട്ട് യുവർ ജോബ്. നീ കല്യാണം കഴിച്ചതാണോ കതിരവൻ? ഇതുവരെ ആയിട്ടില്ല സാർ. സ്വന്തത്തിലൊരു പെണ്ണിനെ കണ്ടുപിടിക്കാന്നാണ് അമ്മ പറയുന്നത്. ഉടനെ ഒന്നും നടക്കും തോന്നില്ല സാർ. ഓ, അത് ശരി. ഈ ലവ് കിവ് അതുമാതിരി ഒന്നും ഉണ്ടായിരുന്നു സാർ. ആ, പേര് കനകവല്ലി. പേര് കൊള്ളാമല്ലോ സാർ. അവളെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഒരു തരത്തിൽ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു കരക്ക് എത്തിച്ചതായിരുന്നു സാർ. സൂപ്പർ. പിന്നെ കല്യാണം നടത്താനിരുന്നപ്പോഴാണ് പാകിസ്ഥാനിലോട്ട് ഇന്റലിജൻസ് ഡ്യൂട്ടിയിലേക്ക് പോകേണ്ടി വന്നത്. 9 മാസം കഴിഞ്ഞ് അവളെ കാണാനായി ചെന്നപ്പോൾ അവള് 6 മാസം പ്രഗ്നന്റ് ആയിരുന്നു സാർ. നില്ല്. നീ 9 മാസം വെളിയിലായിരുന്നു. അപ്പോൾ 6 മാസം പ്രഗ്നന്റ് ആകുന്ന എങ്ങനെ? ഇടയ്ക്ക് നീ വന്നിട്ട് പോയോ? അയ്യോ, അത് ഞാനല്ല സാർ. വേറൊരുത്തിൻ്റെ കൂടെ അവൾ 6 മാസം മുമ്പ് കല്യാണം കഴിച്ചു. ഇറ്റ്സ് ഫണ്ണി. കമ്മ്യൂണിക്കേഷൻ കട്ടായപ്പോൾ ലവ്. ശരി. അല്ല, ഈ വീട്ടിൽ ലേഡീസ് ഇല്ലാതെ എങ്ങനെ കാര്യം നടത്തും? അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ. സാർ, ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ലേ ചോദിച്ചത്? അതെ.